രണ്ടുപേരാ പോയതറിയോ? കാര്യം പറഞ്ഞു പോകുന്നേ. എന്താ കാര്യം പറ സാർ. ഞങ്ങളുടെ ആൾക്കാരെയൊക്കെ കൊന്നത് ഇവരാണ് സാർ. ശരിക്കും എന്താ സംഭവിച്ചേ? വീര്യം കൂട്ടാൻ വേണ്ടി പനങ്കലിനകത്ത് ഇവർ മരുന്ന് കലക്കിയതാണ് സാർ. ഇയാൾ പറഞ്ഞ സത്യമാണോ? സാർ, ഞങ്ങൾ ഒരു മരുന്നും അതിൽ കലർത്തിയിട്ടില്ല. ഇതൊക്കെ വെറുതെ പറയുന്നതാണ് സാർ. എന്താ സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് അറിയില്ല സാർ. ഇത്രയും കാലം ഇവരൊക്കെ ഇവിടുന്ന് കഴിക്കുന്നതല്ലേ, പിന്നെ എന്തുകൊണ്ടാ ഇന്നിങ്ങനെ സംഭവിച്ചേ? നിങ്ങളുടെ ഭർത്താവോടെ? അളിയനോടൊന്ന് പേടിച്ച് ഓടിപ്പോയി സാർ. ഇവനാരാ? എന്റെ അനിയനാ. ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല സാർ. കള്ളെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ദൈവമില്ല സാർ. സ്വന്തം നാട്ടുകാരെ കൊല്ലാൻ മാത്രം ഞങ്ങൾ അത്ര ക്രൂരന്മാരൊന്നുമല്ല സാർ. ഇതെങ്ങനെ സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ നിങ്ങളുടെ മനയിലെ കള്ളിന് മാത്രം എന്തിനാ കൂടുതൽ കാശ് വാങ്ങുന്നത്? അടുത്ത ഗ്രാമത്തിലുള്ള എല്ലാവരും ഞങ്ങളുടെ പനങ്കള്ള് കുടിക്കാറുള്ളതാണ് സാർ. ഞങ്ങളുടെ കള്ളിന് നല്ല വീര്യമുണ്ട് സാർ. അതുകൊണ്ടാ എല്ലാവരും വരുന്നത്. നിങ്ങൾ അതിലൊന്നും കലക്കാറില്ലെന്നാണ് പറയുന്നത്? ഞങ്ങൾ ഒന്നും കലക്കിയിട്ടില്ല സാർ. അത് തെളിയിക്കാൻ പറ്റുമോ? പറ്റും സാർ. ഇവരൊന്നും കലർത്തിയിട്ടില്ലെന്നാ പറയുന്നത്. 100% ഇവര് പറയുന്നത് തെറ്റാണ്. ഇത് നമുക്ക് തെളിയിക്കാൻ പറ്റും. നാളെ നിന്റെ ഭർത്താവിനോട് വരാൻ പറ. ഞങ്ങളുടെ മുമ്പിൽ വെച്ച് കള്ളെടുക്കണം. ഈ പ്രാവശ്യം കുടിക്കുന്നവർക്ക് എന്തെങ്കിലും സംഭവിച്ചാ നിങ്ങളുടെ ഭാഗത്തെ തെറ്റല്ല, മറിച്ചാണെങ്കിൽ നിങ്ങൾ ജയിലിൽ പോകേണ്ടി വരും. ആ കുടത്തിന് പകരം ഈ കുടം കൊണ്ടുവയ്ക്ക്. ഇന്ന് രാത്രി ഇവിടെ തന്നെ കാവലിരിക്കണം. ശരി സാർ. സാർ, സാർ എഴുന്നേൽക്കൂ സാർ. സാർ, ഞങ്ങളുടെ പനങ്കള്ള് കുടിച്ച് പലരും മരിച്ചുകൊണ്ടിരിക്കുകയാണമ്മേ. ഇപ്പോഴാണോ എന്നെ കാണാനായിട്ട് വരാൻ തോന്നിയിട്ട്? അവിടുന്ന് കോപപ്പെട്ട ഞങ്ങൾ എന്ത് ചെയ്യുമേ? ഞങ്ങളോട് ക്ഷമിക്കണം. ആദ്യം കള്ളു കുടിച്ചവരെല്ലാം ബോധം കിട്ടി വീണു അല്ലേ? അതെ അമ്മേ. പിന്നീട് കുടിച്ചൊരു ചത്തോ? അതെ അമ്മേ. അതെ അമ്മേ. പന വിഷച്ചെടിയായിട്ട് മാറി. വിഷച്ചെടിയോ? അതെ. എന്താ അമ്മ ഈ പറയുന്നേ? നിന്റെ ഭർത്താവ് കയറുന്ന പനമരത്തിന്റെ പേരില് പാമ്പുകൾ കടിച്ചത് കൊണ്ടാ. പാമ്പുകളോ? ആ, പാമ്പിന്റെ വായില് വിഷം കള്ളിന്റെ അകത്തേക്ക് ചെന്നെത്തി. ആദ്യം കള്ള് കൂടുതലായിരുന്നുകൊണ്ട് വിഷം കുറഞ്ഞ് ലഹരിയായിട്ട് മാറിയതാ. അയ്യോ. എപ്പോഴാണോ കള്ള് കുറഞ്ഞു പോയത് അത് വിഷമായിട്ട് മാറി. അത് കുടിച്ചവരാണ് ഈ മരിച്ചു പോയത്. ഇപ്പൊ ഞങ്ങൾ എന്താ ചെയ്യണ്ടേ അമ്മേ? ആ മരത്തിൽ കയറരുത്. പോയിക്കോ, വേഗം പോകാൻ നോക്ക്. എന്നാ ശരി. ആ, നീയായിരുന്നോ? ഇരിക്ക്. ഇതാ ചേച്ചി കാശ്. എന്താ ഈ മാസം ലേറ്റായത്? ഒന്നുമില്ല ചേച്ചി, നാട്ടിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ടാ വൈകിയത്. അല്ല ചേച്ചി, ചേട്ടനിപ്പോ എങ്ങനെയുണ്ട്? എന്തു പറയാനാ, ഇനി എപ്പോ ഇദ്ദേഹം എണീറ്റ് നടക്കുമോ എന്തോ. എന്താ ചേച്ചി പറയുന്നത്? എന്ത് ചെയ്താലും എത്ര മരുന്ന് കൊടുത്താലും ഒരു വ്യത്യാസവും കാണുന്നില്ല. ചേച്ചി, നമ്മുടെ നാട്ടില് മുതിർന്നവരൊക്കെ പറയാറുണ്ട്, ഇങ്ങനെയുള്ളപ്പോ ഒന്ന് ഒഴിഞ്ഞിട്ട് അസുഖങ്ങളൊക്കെ മാറൂന്ന്. ഒന്ന് ചെയ്തു നോക്ക് ചേച്ചി. ഒരു പ്രാവശ്യം ചേച്ചി ഒന്ന് ചെയ്തു നോക്ക്.
അമ്മ എണീക്ക്. അമ്മേ, അമ്മ എന്താ പറ്റിയേ? അമ്മേ, അമ്മേ, അമ്മേ.